അനക്കില്ലേ ഇമ്മച്ചിനെയാണോ ഇപ്പച്ചിനെയാണോ നല്ല ഇഷ്ടോ? പള്ളിയിലായ ടൈമിലാണ് ഞാൻ ഇത്രയും കാലം അനുഭവിച്ചിട്ട് അലർജിനായിട്ട് കുടുങ്ങിയൊരു ടൈമാണ്. മറ്റേ പ്രസവമൊക്കെ കഴിഞ്ഞ് മറ്റേ സ്റ്റിച്ചും കാര്യമൊക്കെ ഇട്ട് കഴിഞ്ഞ ടൈമിൽ പേടിയിനി ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡെയിലി വ്ളോഗായിട്ട് വരാമെന്ന് വിചാരിച്ചാണ്. ഞാൻ ഒറ്റക്കുള്ളൂ, ചെറിയപ്പോൾ പോയോണ്ട് ചെറിയപ്പോൾ ഇൻട്രോയിലില്ല. ആദ്യം ഉറങ്ങാട്ടോ. അപ്പം ഉമ്മ പുറത്തുണ്ട്. അപ്പം എൻ്റെ രാവിലെ തന്നെ പരിപാടി വെച്ചാൽ ചായക്കൊക്കെ പൊടിയിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ചായ ആയി. ഇപ്പോൾ നൂൽപുട്ട് ഓഫാക്കി വെച്ചിരിക്കണം. കറിയായി, നൂൽപുട്ടുണ്ട്. അപ്പം ഞാൻ ഇതുമ്പാടൊന്ന് പ്ലേറ്റിക്ക് മാറ്റണം. ഇനി പ്ലേറ്റിക്ക് മാറ്റട്ടെ. ഇത് ഞങ്ങൾ രണ്ടാളും ആയതുകൊണ്ട് ഈ പാത്രം ഇട്ടെടുക്കൽ, അല്ലെങ്കിൽ മറ്റൊറ്റടിക്ക് ഇതാക്കൂല. എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒറ്റടിക്ക് ആക്കുന്നത് എടുക്കും. അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു. ഇത് മൂടിയിട്ടെ. അങ്ങനെ നൂൽപുട്ടുണ്ടാക്കൽ പരിപാടി കഴിഞ്ഞു. ചായയും കടിയൊക്കെ ആയി. ഏകദേശം ഇപ്പോൾ ഏകാല ടൈമായിട്ടോ. ഇനി പരിപാടി എന്താ വെച്ചാൽ പറഞ്ഞ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ അരി ഇവിടെ എടുത്ത് വെച്ചിരിക്കണം. അതാകുമ്പോൾ പുറത്തെ മാക്ക് എളുപ്പപ്പണിയാട്ടോ ബിരിയാണി. അരി ഇവിടെ എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് തൊളിച്ച ചോറ് കഴിച്ചുമ്പത്തിന് അത് തൊളിച്ച പണി ഇങ്ങനെ. അപ്പം അതിലുള്ള സാധനങ്ങളാണത്. ആദ്യമൊക്കെ ഉമ്മ ഇങ്ങനെ ബിരിയാണി കഴിയുമ്പോൾ എത്ര ഉള്ളിയമ്മ വേണ്ടി, എത്ര മുളക് വേണ്ടി, എത്ര തക്കാളി വേണ്ടി പേടിച്ചിട്ടല്ല കേട്ടോ. കാരണം നമുക്ക് അറിയൂലല്ലോ എത്ര അരിക്ക് എത്ര വേണ്ടി. ഇപ്പോൾ ഒക്കെ അറിയും. ബിരിയാണി വെക്കാനറിയില്ല എന്നുള്ളതിലുള്ള സാധനങ്ങളായാലൊക്കെ അറിയും. പക്ഷെ മന്തിയൊക്കെ നെയ്ച്ചോറൊക്കെ ബിരിയാണി ഞാൻ പറഞ്ഞില്ലേ പോലീസൊന്ന് വെച്ച് നോക്കണം. ആരില്ലാതെ വെച്ച് നോക്കണം, കുളമാവുകയാണെങ്കിലും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി ആദൂനെന്താ പരിപാടി വെച്ചാൽ തൊള്ളി പൊളിച്ചുറങ്ങുന്നുണ്ട്. പുതപ്പിട്ട് കൊടുത്താട്ടോ. ചിലപ്പോൾ തട്ടിയിടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അതിലൊക്കെ കിടക്കും. ഉറങ്ങാണെങ്കിൽ ഏകദേശം ഒരു 8 മണി. ചിലപ്പോ ഓരോ ടൈമാണ്. ബോസിന് ഓരോരോ മൂഡാണ്. ചിലപ്പോ നല്ല ഉറങ്ങും. ഇന്നലെയൊക്കെ ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ അങ്ങോട്ട് പോയി. സിഫ്നാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിന്. അപ്പോൾ ഓളായിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോയിരുന്നേ ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു 5 മണി. അപ്പോൾ എരിയിലൊക്കെ കയറി ഒരു 5 മണി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഒരു 5:45 ഉറങ്ങിയിട്ട് നീച്ചിട്ട് തന്നെ അല്ലേ. ഞാൻ ഭാഗ്യത്തിന് വന്നേക്കിന് ചോറും കൊടുത്തേന്, ഹോളക്സും കൊടുക്കാനൊക്കെ കൊടുത്തേന്. ഒരു ചിത്താടമാതിരി കണ്ടപ്പച്ച് തോന്നി ഉറക്കം വരാതാണെങ്കിലോ എന്ന് വിചാരിച്ച് തിന്നാനും കാര്യമൊക്കെ കൊടുത്ത് ഉറങ്ങി. പിന്നെ നീച്ചുന്നത് പിറ്റേന്ന് 9:30 ആ ടൈമിലാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ 9:30 നീച്ചും, ചിലപ്പോൾ ഇപ്പം നീച്ചു വരും. ചിലപ്പോൾ രാവിലെ നീച്ചു 5 മണിക്ക് നീച്ചു. അങ്ങനെ ഒരു ടൈമാണ്. 5 മണിക്ക് നീച്ചാൽ പോയി. കാരണം അവൻ്റെ കളിയും കുറച്ച് നേരമൊക്കെ കഴിച്ചും പിന്നെ അവൻ്റെ സ്വഭാവം മാറി തുടങ്ങും. അപ്പം നീച്ചുമ്പോൾ തന്നെ പറയും ചീറാനാണെങ്കിൽ നീച്ചല്ലേ എന്ന് പറയും. അപ്പം ഞാൻ നീച്ചുമ്പോഴത്തേനും പണിയും കാര്യമൊക്കെ കഴിച്ചൊക്കെ. അപ്പം ഇതൊന്ന് മസാലപ്പൊടി ഇതൊന്ന് വറുത്ത് പൊടിച്ചാണ്. അപ്പം ഇതും കാര്യമൊക്കെ ഒന്ന് അരിഞ്ഞ് തൊലിച്ച് വെക്കട്ടെ. ശുഭം ഒന്ന് നീച്ച് നിൽക്കണ ആള്. എന്ത് വായി മുട്ടൂലേ? അതാ അപ്പൊ റീല ശരിയായിട്ടില്ല. കുറച്ച് ഇതാക്കാം. ഞാനാണെങ്കിൽ ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളി തക്കാളി ചതവും കാര്യമൊക്കെ അരിയൽ കഴിഞ്ഞു. ഇതിൽ മറ്റേ ബിരിയാണി മസാലയാണ്, അതായി. ഇനി ഒരാൾ നീച്ച് പിന്നെയും കടന്നു. ഇവിടെ കാണാറില്ല. നമുക്ക് പുറത്തൊക്കെ പോയാക്കാം. പുറത്തും ഇല്ലെങ്കിൽ അച്ഛയൊക്കെ നീച്ച് മുന്നത്തെ പെരിയേക്ക് പോകും. പോയി
ഇതാണ് അവസ്ഥ. അതോ സൈക്കിൾ ഉണ്ടല്ലോ അവിടെ, ബോസിന്റെ സൈക്കിൾ ആരാ കാണണം, പാർക്കൊക്കെ ചെയ്തേക്കണ്. ഇവിടെ വാ. ഞാൻ രാവിലെ തന്നെ അവിടെ പോയി പിടിച്ച് വലിച്ച് രണ്ടെണ്ണമൊക്കെ കൊടുത്ത് കൊണ്ടുവരണം. ഒരാളെ കളിയും ചായടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം നേരം 9:30 കഴിഞ്ഞത്, ഒരു 10ൻ്റെ തെറ്റാട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ എന്താ കുടിച്ചണ്, എന്താ കുടിച്ചണ്? ഹോർലിക്സ് കുടിച്ചാണ്. അപ്പോൾ ഞാൻ കായൊന്ന് വാട്ടിച്ച് ഞാൻ ഒന്ന് കൊടുക്കണം. ഇത് വേണ്ടല്ലോ, ആണോ? നോക്ക കുച്ച് അവിഞ്ഞത് തിന്നാൻ കൊടുത്ത് ഡ്രസ്സ് ഇവിടെ എടുത്ത് വെച്ചിരിക്കണം. ഇപ്പം തന്നെ ഡ്രസ്സ് എടുത്ത് വെച്ച് തന്നാളാക്കും. അപ്പം തിന്നാൻ കൊടുക്കട്ടെ. ഞാൻ നല്ല കുത്തിയാണ് അല്ലേ? പറയേ, എന്താ ഓലിയോടെ എനിക്ക് പറയാല്ലേ? എന്താ പറയാല്ലേ? എന്താ പറയാല്ലേ? എന്റെ അപ്പച്ചി അറിയൂലേ? എന്റെ അപ്പച്ചി പോയി അറിഞ്ഞോളോ. പോയി. എങ്ങടാ പോയത്? എവിടെ? കൊറേ ദൂരെ സ്ഥലത്തിന്റെ പേരും ഓൽക്കറിയില്ലല്ലോ. എന്റെ അപ്പച്ചി എങ്ങടാ പോയിക്കണേ? ഒന്നല്ല, ഇപ്പച്ചി എങ്ങടാ പോയിക്കണടാ? അതല്ലത്, 1, 2 അറിയണല്ലോ. ഇപ്പച്ചി എങ്ങടാ പോയിക്കണ്? തിരുപ്പൂ എന്താടാ പറയാ എങ്ങട്ട് ഇപ്പച്ചി എങ്ങട്ടാ? എന്താ പറയാത്തെ? ഓൽക്ക് അറിയില്ലല്ലോ ഇപ്പച്ചി എങ്ങട്ടാ പോയത് കേട്ടോ. എന്നിട്ട് ചായയൊക്കെ കുടിച്ചു ചോദിച്ചോക്ക്. ചായയൊക്കെ കുടിച്ചാ? എന്റെ ടീച്ചറിന്റെ പേരും എന്റെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത. എന്താ ടീച്ചറിന്റെ പേര്? ടീച്ചറിന്റെ പേരും ആ മുടി കേട് വരും. ടീച്ചറിന്റെ പേര് അറിയൂലേ? ഞാൻ മുണ്ടൂല. ചുമ ടീച്ചർ. എന്റെ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞ അറിയൂല. ഞാൻ മുണ്ടൂല. കൂട്ടുകാരനാണ്. ആരൊക്കെയോ പറ. അത്രയും കൂട്ടുകാരന്മാരുണ്ടോ? പേരില്ലേ ഓൾക്ക്? എന്നാ പറയാ അങ്ങട്ടെ. പേരില്ല. ആ മുടി കേട് വരും, അപ്പൊ ചൊറുക്കുണ്ടാവൂല. ഞാൻ മുണ്ടൂല. കൊണ്ടാക്കുമ്പോ നമുക്ക് നഴ്സറിക്ക് പോ മുട്ടിക്കുക. കരയോ? ഗുഡ് ബോയ് ഓർ ബാഡ് ബോയ്? ഗുഡ് ബോയ്. ഗുഡ് ബോയ്. അനക്കില്ലേ ഇമ്മച്ചിനെയാണോ ഇപ്പച്ചിനെയാണോ നല്ല ഇഷ്ടോ? ഉമ്മച്ചിനെ ഇഷ്ടോ? അപ്പൊ ഇപ്പച്ചിക്ക് ചങ്കടാവൂലേ? ഇഷ്ടണ്ടോ? പോവാ. അപ്പൊ ഓക്കെ ബായ് പറഞ്ഞോളാം. അങ്ങനെ നമ്മളെ ചെങ്ങായിന്റെ നഴ്സറിയിലൊക്കെ കൊണ്ടാക്കി. ഏകദേശം നേരെ ഒരു 11:30 ഒക്കെ ഞാൻ തോന്നുന്നു. 11:30 ആയി. ഇനി ഒരു സ്ഥലത്തേക്ക് പോകണം. ഞാൻ ഹോമിയോൻ്റെ മരുന്ന് എനിക്ക് കഴിഞ്ഞിന്. അപ്പോൾ ഹോമിയോ വാങ്ങാൻ പോകണം. അതൊന്നും പോകണം. പിന്നെ അക്ഷയിലൊന്ന് കയറണം. കാരണം ഇപ്പോഴത്തെ SIR ഫോമിൽ കുറേ ആൾക്കാർക്കൊക്കെ എല്ലോടും ഉണ്ട്. അപ്പോൾ എന്താ ഫോമും കാര്യമൊക്കെ പെരിയിലെത്തിയിട്ട് എന്താ പൂരിപ്പിച്ചതും കാര്യമൊക്കെ ഉണ്ട്. അയച്ചും കിട്ടിയിട്ടില്ല. അവിടുത്തെ ഉമ്മാക്ക് ഇവിടുത്തെ അവിടുത്തെ ഉമ്മാക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അക്ഷയ്ക്ക് വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞ തിരിച്ചറിയ കാർഡും വോട്ടില്ല ആളെ തിരിച്ചറിയ കാർഡും ഒരു ആധാറും നമ്മളെ ആധാറിൽ ഒരു ഫോട്ടോ കൊണ്ടുപോയി കൊടുത്താൽ ശരിയാക്കി തരാറുണ്ട്. അപ്പോൾ ഇന്ത്യ ഒന്ന് കാട്ടി കൊടുക്കണം. ഞാനും അതിലില്ല. ഷെഫീഖ് ഉണ്ട്, ഇപ്പുണ്ട്, ഇമ്മല്ല. ഇവിടെ ചെറിയാപ്പുണ്ട്, ഇമ്മുണ്ട്, എല്ലാവരും ഉണ്ട്, ഞാനില്ല. അപ്പം ഇനി എന്താ പറയുക, ഒന്ന് ശരിയാക്കാൻ പോകണം. പിന്നെ അതേമാതിരി ഞാൻ ഹോമിയോൻ്റെ മരുന്ന് കുടിച്ചിട്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹോമിയോ കുറവുണ്ടോ, മാറിയിരിക്കണോ? എനിക്ക് നല്ല കുറവുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമേ കുടിച്ചപ്പോൾ എനിക്ക് ഹോമിയോ കുറവുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ഇടങ്ങേറായിന്. ഞാൻ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ എനിക്ക് ഈ അലർജി ഉണ്ട്. പക്ഷെ അന്നൊന്നും എപ്പോഴും ഇല്ല. എങ്ങനെയാ വെച്ചാൽ നേരത്തെ കുളിച്ചുമ്പോൾ മുടി ഉണങ്ങോളം, അന്ന് നല്ല മുടി ഉണ്ടായിന്. നേരത്തെ കുളിച്ചിട്ട് മുടി ഉണങ്ങോളം എനിക്ക് എന്താ പറയുക, നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ രാവിലെ കുളിച്ച് മുടി അച്ചേക്ക് ഇറക്കിയിട്ടിട്ട് അങ്ങനെ കുത്തി പോവും. അന്ന് തുടങ്ങിയതിന്
8ാം ക്ലാസ്സിൽ നിന്ന് 8ന്ന് 9ന്ന് 10ന്ന് +1 +2 പിന്നെ അത് കൊല്ലം കൂടുന്തോറും എനിക്ക് ഇത് കൂടുതൽ തുടങ്ങി. അന്നൊന്നും മെയിൻ്റ് ആക്കിയില്ല, എന്താ ആവി കുടിച്ചു അല്ലെങ്കിൽ വിക്സ് കുടിച്ചു, പിന്നെ അത് മെയിൻ്റ് ആക്കാതായി, ഒന്നും കാട്ടാതായി. അതിൽ അന്നൊക്കെ പിന്നെ ജലദോഷമൊക്കെ ഉണ്ട് പിടിച്ചിട്ടുണ്ടല്ലോ, മൂക്കൊക്കെ ഉണ്ട് ചോന്ന്, ഇത് വെള്ളം ഇങ്ങനെ വരികയല്ലേ, സാധാ ജലദോഷം മാറിയല്ലേ, നമുക്ക് കുമ്പിടാൻ കഴിയൂല. പിന്നെന്തായി, ആ കുളിച്ചുന്ന ടൈം കറക്റ്റ് ടൈമിൽ തന്നെ കുളി തുടങ്ങി. ആ ടൈം അങ്ങോട്ടോ അങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ ജലദോഷം പിടിച്ചു. ഒന്ന് ആ ടൈമിൽ തന്നെ കുളിച്ചു കുഴപ്പമില്ല, ഒന്ന് രാവിലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നേരം വൈകി കുളിച്ചു, അല്ലെങ്കിൽ രാവിലെ കുളിച്ചു ജലദോഷമായി. പിന്നെ അങ്ങനെ ആയി. പിന്നെ ഒരു +1 ഒക്കെ എത്തിയപ്പോൾ എനിക്ക് ജലദോഷം പിടിച്ചിട്ട് കണ്ണ് ചൊറിച്ചിൽ വന്നു. പിന്നെ കണ്ണ് ചൊറിച്ചിൽ മാത്രമായി, ജലദോഷം വരുമ്പോൾ മാത്രമേ കണ്ണ് ചൊറിച്ചിലായി, കണ്ണ് ചൊറിഞ്ഞ് കണ്ണ് ചോക്കൽ തുടങ്ങി. അങ്ങനെ അന്നിങ്ങനെ അലർജീൻ്റെ ഗുളിക കുടിച്ചും, എന്നിട്ട് എന്താവും മാറും. പിന്നെ 2 ആഴ്ചത്തിന് അലർജി ഉണ്ടാവില്ല, സുഖക്കാരം, പിന്നെ അത് ഒഴിവാക്കും. പിന്നെ അങ്ങനെ പോയി +2 കഴിഞ്ഞ് പിന്നെ അങ്ങനെ എന്താ പറയുക, കല്യാണം ടൈമിൽ അലർജി ഉണ്ട്. ഏത് കല്യാണത്തിന് പോയാലും ഇനി കുടുംബക്കാരെന്ത് കൂടുന്ന പരിപാടി ആയാലും ഈ അലർജിക്കാരുടെ പ്രത്യേകതക്കാരൻ മൂലക്ക് ഇരുന്നിട്ട് അച്ചി ഒരു തുമ്മലൊന്നും ആവില്ല കേട്ടോ. ഒറ്റയ്ക്ക് 4-5 തുമ്മലുമ്മിയിട്ട് ഊരവേദനയൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ പള്ളൻ്റെ ഉള്ളൊക്കെ ഒരു വേദന ആവുന്ന ഒരു അവസ്ഥ ഉണ്ട് തുമ്മിയിട്ട്. കാരണം ഒരു ദിവസം 100-100 തുമ്മലേലും നമ്മൾ തുമ്മിയാൽ വേറെ എന്ത് നമുക്ക് സഹിച്ചാൽ പിടിച്ചിക്കുക, പക്ഷേ ഈ തുമ്മലുണ്ടല്ലോ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല, അത് ഭയങ്കര ഇടങ്ങേറാണ്. അപ്പം അങ്ങനെ ആയി. എന്നിട്ട് ചെറിയാപ്പൊക്കെ എന്നെ ചീത്തറി. എന്നിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് പള്ളിയിലായ ടൈമിലാണ് ഞാൻ ഇത്രയും കാലം അനുഭവിച്ചിട്ട് അലർജിനേറ്റ് കുടുങ്ങിയൊരു ടൈമാണ് പള്ളിയിലുണ്ടായ ടൈം. പള്ളിയിലുണ്ടായി എന്താ പറയുക, ഒരു ഫസ്റ്റൊന്നും വലിയ കുഴപ്പമില്ല, വയറും കാര്യമൊന്നും ഇല്ലല്ലോ. ഒരു 8, 9, 7 മാസമൊക്കെ ആയപ്പോൾ പേരും തുമ്മലിൻ്റെ ലെവല് മാറി. അപ്പോൾ ആശുപത്രി കാട്ടുമ്പോൾ തുമ്മലിൻ്റെ ഗുളിക കുടിച്ചാൻ പറ്റൂല. ആ ടൈമിൽ പോയിട്ട് വേറെ മരുന്ന് കുടിച്ചാൻ പറ്റൂലല്ലോ, ഒറ്റയ്ക്ക് കാട്ടിയാൽ മാറില്ല. അതിൽ ഞാൻ കുടുങ്ങിയൊരു ടൈം ഇപ്പോൾ എന്താ പറയുക, ആ പള്ളിയിലുള്ള കുട്ടിക്ക് പ്രസവിച്ചോളൊരു തൊഴിലും കിട്ടി കാണൂല. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ചേട്ടനിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ കേട്ടോ പുറത്തു കൂടെ. ആ ടൈമിൽ ഭയങ്കര ഇടങ്ങേറായിന്. കാരണം 9ാം മാസത്തെ ഇപ്പോൾ സിഫ്നാക്ക ഇടങ്ങേറുണ്ട്, ഇപ്പോൾ ഓക്കൊക്കെ ചെറിയൊരു ഒതുക്കുണ്ട്. ആദ്യം ഈ പള്ളി ഉണ്ടായ ടൈമിൽ ഓക്ക് ഉണ്ടായിന്. അപ്പോൾ ഈ 9ാം മാസത്തെ പള്ളി വെച്ച് ഒരു 150 തുമ്മലൊക്കെ തുമ്മുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ. നമ്മൾ ഹച്ചി അറിയുമ്പോൾ കുട്ടി ഇങ്ങോട്ട് മാത്രമേ നമുക്ക് തന്നെ കാണും, പിന്നെ തുമ്മുമ്പോൾ കുട്ടി ഇങ്ങോട്ട് തന്നെ കാണും. കാരണം ഓനായിട്ട് പൊരുത്തപ്പെട്ടില്ല. പിന്നെ പ്രസവിച്ച് കടന്നപ്പോഴും എന്താ പറയുക, എനിക്ക് ജലദോഷം ഇതായി മറ്റേ പ്രസവമൊക്കെ കഴിഞ്ഞ് മറ്റേ സ്റ്റിച്ചും കാര്യമൊക്കെ ഇട്ട് കഴിഞ്ഞ ടൈമിൽ പേടിയിനി ജലദോഷം വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചേന്. കാരണം തുമ്മുമ്പോൾ വേദന, ഇരിക്കുമ്പോൾ വേദന, നടക്കുമ്പോൾ തന്നെ വേദന ആയതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ തന്നെ പേടിയിനി. ആ ടൈമിലൊക്കെ തുമ്മുമ്പോൾ ഒരു അതാപം ആലോചിച്ച് നോക്കി. ഞാൻ പേടിച്ച് ഏറ്റവും കൂടുതൽ പേടിയില്ലത് നേരെ വെച്ച് അലർജി വരുമോ വെച്ച് പേടിയുണ്ട്, നല്ല പേടിയാണ്. ഞാൻ അമ്മാനോട് ഇങ്ങനെ പറഞ്ഞേന്. അതിലങ്ങനെയായി. അതിൽ പിന്നെ പ്രസവിച്ച് പിന്നെ അന്നൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ കുട്ടി പെരിയിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും തുടങ്ങി അലർജി തുടങ്ങി. ഞാൻ കാരണം എന്താ പറയുക, എനിക്കുള്ള അലർജി കാരണം ആദൂന് അലർജി എത്തി. ആദു പ്രസവിച്ചപ്പോഴേ ഞാൻ ഓൻ്റെ അടുത്തുനിന്ന് തുമ്മുമ്പോഴും ഓന്ന് ഇട്ടൂല. ചില കുട്ടികൾ ഞങ്ങനെ തുമ്മിയാൽ കുട്ടി ഉറക്കത്തുനിന്ന് ഉറങ്ങി അല്ല നീച്ച് ഒന്ന് എന്താ കണ്ണുറത്തൊന്നും ചെയ്യില്ല. കാരണം ഓ പള്ളിയിലുണ്ടായ ടൈമിലേ ഓൻ പൊരുത്തപ്പെട്ടിരിക്കുന്നത്. കാരണം ഉണ്ടായ ടൈമിലേ മുതലേ അലർജിയല്ലേ, അച്ചി കാരം. അതുകൊണ്ട് ഓന് എൻ്റെ തുമ്മലൊരു വിഷയമല്ല. ഇപ്പോഴും ഞാൻ തുമ്മിയാലോ നീച്ച് എൻ്റെ ഒച്ചയായിട്ട് നീച്ചൊന്നുമില്ല. കാരണം ഓന് പ്രസവിച്ചപ്പോഴേ പൊരുത്തപ്പെട്ട് പോന്നിക്കണം. പിന്നെ എനിക്ക് ഉണ്ടായാൽ ചെറിയ കുട്ടിയല്ല. ആ ടൈമിൽ എനിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ പാലുടിച്ചുന്ന കുട്ടിയായതുകൊണ്ട് എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ഓനക്കും വന്നു. അതിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ പറയും, ആദ്യം എൻ്റെ അലർജി നിർത്തുക, അല്ലാതെ കുട്ടിക്ക് പുറത്തുനിന്ന് കിട്ടണമല്ല എൻ്റെ അടുത്ത് തന്നെ കിട്ടണത്. കാരണം നമ്മൾ ആ കുഞ്ഞു കുട്ടീനെ മാറ്റിയെടുത്തതിന് ലിമിറ്റ് ഉണ്ട്. എന്തായാലും നമ്മൾ പാൽ കൊടുക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയായി. പിന്നെ ഡോക്ടർമാർ പറയൽ തുടങ്ങി. പിന്നെ ഞാൻ വേറൊരു ഹോമിയോ കാട്ടിന് നിലമ്പൂർ, അവിടെ 2 മാസത്തോളം പോയി. അവിടെ പിന്നെ പെരും പൈസയും കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് പോക്കിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ ഉണ്ട്. പക്ഷെ അവിടുന്ന് എനിക്ക് ഇങ്ങനെ ഈ മാറ്റച്ച് കിട്ടിയിട്ടില്ല. അതിൽ പിന്നെ അങ്ങനെ മാറി. പിന്നെ ആദൂന് എന്താ ടിച്ചുണ്ടാകുമ്പോഴൊക്കെ ഈ കുട്ടിക്ക് ജലദോഷമായി, പനിയായി, അങ്ങനായി. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് മുന്നേ ഒരു 5-8 മാസം മുന്നെയാണ് പിന്നെ താത്ത പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഹോമിയോ അറിയുന്നത്. ഓള് പോയി. അപ്പോൾ ഞാനും പോയി. ജലദോഷം കുടിച്ച് കുറവായി, മാറിയെന്ന് പറയാനി. അപ്പം എന്താ പറയുക, എൻ്റെ കാരണം കൊണ്ട് തന്നെ ഞാൻ നിർത്തി. ഇത് മാറിയില്ലെങ്കിൽ ഉണ്ടാവില്ല എന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഞാനും ഓളൊക്കെ നിർത്തി. മരുന്ന് പെരിയ കൊണ്ടുവന്ന് വെച്ചാലും
കുടിച്ചാതായി. അത് ചോദിച്ചു വാങ്ങിയതാണല്ല, ഒന്നുമല്ല, സ്വന്തം ഇഷ്ടപ്രകാരം നിർത്തിയാണ്. അത് നിർത്തിയിട്ടില്ലെങ്കിൽ രണ്ടാമത് പിന്നെയും വരൂലേന്. പിന്നെ നിർത്തി. പിന്നെ അലർജി കൂടി. ഈ അലർജി എന്താ വെച്ചാൽ ഈ മാറാല തട്ടലും കാര്യമൊക്കെ വെച്ച് ഭയങ്കര ഇടങ്ങേറില്ല സംഭവം. എന്നാലും തട്ടും, ഷാളും കാര്യമൊക്കെ ചുറ്റിയിട്ട് ഞാൻ തട്ടും. പൊടി തട്ടിയാൽ ഇച്ച് അലർജി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അലർജിക്കാരും. ഇനി ജസ്റ്റ് കുറേ ആൾക്കാർ അലർജി ഇല്ലല്ലേ കണ്ടിങ്ങനെ. ഈ പൊടി ഇങ്ങനെ നമ്മൾ ചൂലേറ്റൊന്നാക്കുക, അപ്പം തുടങ്ങിയ തുമ്മൽ പിന്നെ ഗുളി കുടിച്ചാലേ, അലർജീൻ്റെ ഗുളി കുടിച്ചാലേ നിൽക്കുള്ളൂ. അങ്ങനെ പിന്നെ അത് എനിക്ക് ശ്വാസമുട്ട് പോലെ ആവില്ല തുടങ്ങി. നല്ല ഈ പേരൊക്കെ തട്ടിക്കൊട്ട് നോമിൻ്റെ ടൈമിലൊക്കെ വെച്ച് ശ്വാസമുട്ടായിട്ട് അന്തിക്ക് വലിവ് വരൽ തുടങ്ങി. അന്ന് ഞാൻ നല്ലോണം പേടിച്ചിരുന്നു. അന്നേ ഓർപ്പിച്ചാണ് ഞാൻ ഹോമിയോൻ്റെ മരുന്ന് നിർത്തൂലാന്ന്. അതാണ് പിന്നെ അനങ്ങിയാ പായണ, ഹോമിയോൻ്റെ മരുന്നിന് വേണ്ടി പായണ. ഞാൻ ഇച്ചിപ്പോൾ നല്ല കുറവുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു പൊടി കെട്ടിയാലോ ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിലും അങ്ങോട്ട് ധൈര്യമായിട്ട് പോകാം. അലർജിന് ജലദോഷത്തിന് വിചാരിച്ച് പേടിച്ചിട്ടുണ്ട. അല്ലെങ്കിൽ ടവൽ കൈ പിടിച്ച് തോത്തി ഇവിടെയൊക്കെ അല്ലേ, ഇവിടെയൊക്കെയാണ് മുറിയാവും, ചോക്കും കിടന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പം എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു ഇനി സമന എൻ്റെ അലർജിന് ഇത് കുടിച്ചിട്ട് മാറ്റമുണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടിയെന്ന്. നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ 12:30 ആകുമ്പോൾ പോകണം. അപ്പം അതൊക്കെയാണ്. അപ്പോൾ കുടിച്ചണം എന്നില്ലല്ലോ കുടിച്ചുക. കാരണം എന്താ വെച്ചാൽ അലർജി വെച്ച് നിൽക്കണ്ട. നമുക്ക് ഇപ്പോൾ തമാശക്കാരും കുറച്ച് കഴിഞ്ഞാൽ സീരിയസ് ആയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അപ്പം ഇവിടുത്തെ പണിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ആയി. ചോറ് എന്ന് പറയുന്നത് ബിരിയാണി ഇത് ഇളക്കിയിട്ടില്ല കേട്ടോ, ഇളക്കാണ്ട് ഇന്നിപ്പോൾ കിടന്നിട്ടതാണ്. അപ്പം അതവിടെ അങ്ങനെ ചോറും കാര്യമൊക്കെ ആയി. വന്നിട്ട് തിന്നണം, ടൈമായിട്ടില്ലല്ലോ. അപ്പോൾ ഇനി എന്താ പരിപാടി വെച്ചാൽ പോയി മാറ്റട്ടെ, ഡ്രസ്സും കാര്യമൊക്കെ മാറ്റി ഇസ്തിരി ഇടാണ്ട് ഒന്ന് ഇസ്തിരി ഇട്ടിട്ട് സെറ്റാക്കാം. അപ്പോൾ ഉമ്മാനെ കയ്യാക്കാരൻ്റെ ആക്കാനും കഴിയാത്ത ഉമ്മാൻ്റെ ഒക്കെ കറക്റ്റ് ടൈമിൽ കഴിയും. അപ്പോൾ പോയി മാറ്റട്ടെ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇമ്മ അടുക്കള ഭാഗത്തേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ കാത്ത് കണ്ണിൽ എന്തോ ചാടി. ഈ കണ്ണാടിൻ്റെ ഗ്ലാസ് അത് പൊട്ടിച്ചുകൊണ്ടല്ലെങ്കിൽ താത്തിട്ട് വരേന്. ഇപ്പോൾ ഇതിന് ഗ്ലാസ്സില്ല ഹെൽമെറ്റിന് കാണാറില്ല. 1 മണി വരെയുള്ള ചോമിയോൻ്റെ മരുന്ന് കൊടുക്കുക. 12:30 ആയി. അവിടെ എത്തണമെങ്കിൽ 15 മിനിറ്റ് വേണം. ഇങ്ങോട്ട് വരാം, അടുക്കള ഭാഗത്ത് കൂടെ വരാമെന്നിട്ട് നോക്കി വജ്ജിലാരുമില്ല. അപ്പോൾ ഏതായാലും വരട്ടെ. അടുക്കള ഭാഗമാണ് പറഞ്ഞിട്ട് നോക്കി ഇവിടെ വന്ന് കുത്തിരിക്കുന്ന 8 അടി വിട്ട് എന്നിട്ട് പുറത്തോണ്ട്. അല്ലെങ്കിൽ അവിടെ നിങ്ങളൊന്നും നിന്നീന്. ഇവിടെ തിരിച്ചറിയാതെ അതന്നെ പറഞ്ഞു. ഇതാ തിരിച്ചറിയാട് ശരിയാവൂന്റെ ഓൻ്റെ എന്തിനുണ്ടോണ്. അല്ല ഇന്റെ ശരിയാക്കണമെങ്കിൽ ഞാൻ അതാ വേണ്ടിയെന്ന് അറിയില്ലല്ലോ. പോകല്ലേ. ഞാൻ സീനോന്റെ എടുത്തുക്കണം, ഉപ്പാന്റെ ഒക്കെ എടുത്തുക്കണം. എന്നോട് എന്തിനു ചോദിച്ചേ? അത് അനക്ക് ചെറിയ ഇതാണ് നമ്മള് സിഫ്നാന്റെ പറഞ്ഞ കട്ടിട്ട്. ഇതില് വേണോള് വേദന ഇളകി. ഇതൊന്നല്ല, അവിടെ ഞാൻ കാട്ടിത്തരാം കട്ട്. എന്നാ കയറി പോവാ. അങ്ങനെ നമ്മൾ ഹോമിയൊക്കെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇവിടെ ടോക്കണും കാര്യമൊക്കെ എടുത്ത് വെച്ച് 81 നമ്പർ 53 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അക്ഷയിൽ പോയിട്ടൊന്ന് തലയിട്ട് പോകുമെന്ന് നോക്കി, അല്ല പോയി നോക്കി വരണമെന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവിടെ തിരക്കാണെങ്കിൽ ഉമ്മാനെ ഞാൻ അവിടെ ഇറക്കും, ഞാൻ ഇവിടെയും വന്ന് നിൽക്കും. കഴിഞ്ഞിട്ട് വിളിക്കുക പോവല്ലെന്നാ പോയോക്കട്ടെ. അവിടുന്ന് പോയെന്നപ്പത്തിന് 3 മണി ആവാനായി. വേഗം ചോറുന്ന് നമ്മളെ ചെങ്ങായിനെ കൊണ്ടുവരാൻ വന്നിക്കാണ്. നമ്മളെ ചെങ്ങായി നേഴ്സറി പോയി. അല്ലാതോ നോക്കാ എന്താ നേഴ്സറി ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. ആരെനിക്ക് രാവിലെ തന്നെ മന്തി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തരല്ലേ? ഇജെന്താ പച്ചക്കറി തിന്നാത്ത ചോദിച്ചപ്പോൾ ഇജെന്താ ടീച്ചറിനോട് പറഞ്ഞു? ഇങ്ങോട്ട് നോക്ക്, എന്തൊക്കെയോ ബുഡല് വിട്ടുക്കണോന്. ഇമ്മച്ചിക്ക് എനിക്ക് രാവിലെ തന്നെ മന്തിയും ബിരിയാണി ഉണ്ടാക്കി തരല്ലോ ഉമ്മച്ചി. പച്ചക്കറി തിന്നാൻ തരാതെ എന്നെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ആണോ? എന്താണ് പച്ചക്കറിക്ക് തരുന്നില്ലേ? തരുന്നുണ്ട്. എന്നിട്ട് എന്താ സുമ ടീച്ചറിനോട് എന്താ പറഞ്ഞേ? സുമ ടീച്ചറിനോട് പറഞ്ഞിട്ടില്ല. സുമ ടീച്ചറിനോട് എന്താ പറഞ്ഞു? എന്നോട് ടീച്ചർ പറഞ്ഞല്ലോ. മറന്നുപോയേ. അപ്പൊ ഞാൻ ആ പെരിക്ക് പോവാ. നല്ല മയക്കാറുണ്ട് കേട്ടോ. എന്തേ ചെറിയ കല്ലോ വന്നു. ഞാൻ ഓനി കൊണ്ടുവരാൻ വന്നാണ്. കറക്റ്റ് ഒക്കെപ്പാടെ ഒപ്പായതുകൊണ്ടേ. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് കാണാ മതി. വീട്ടിൽ നിന്ന് കാണാ മതി.